വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു ഹെയർ റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ 30 days ഹെയർ കെയർ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മളെ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് ഒരു ചുവന്ന കളറിലുള്ള ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ വരും. ഇത് മൂന്നും ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടാൽ നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും, നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ 30 days ഹെയർ കെയർ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ആ ചലഞ്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 30 ദിവസം ഏതെങ്കിലും നമ്മളെ ഹെയർ റിലേറ്റഡ് വീഡിയോസിൽ ഉള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങളോടൊപ്പം ഞാൻ ഡെയിലി ചെയ്യാൻ പറയുന്നവരുണ്ടാവും, വീക്ക്ലി വൺസ് ചെയ്യാൻ പറയുന്നുണ്ടാവും, വീക്ക്ലി ട്വൈസ് ഉണ്ടാവും, ചിലപ്പോൾ മന്ത്ലി ചെയ്യാനുള്ളത് ഉണ്ടാവും. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെയർ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുൻപ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള പാക്ക് തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു പാക്ക് നിങ്ങൾ വീക്ക്ലി ഒരു 2 ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെയർ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നല്ല ഒരു സോഫ്റ്റ് ആവാനും ഹെയർ ഇച്ചിരി ഒന്ന് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പാക്ക് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിടുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ആവും. ബ്ലഡ് സർക്കുലേഷൻസ് എല്ലാം ഇൻക്രീസ് ആകുമ്പോൾ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ആവും ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആവും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ ഇച്ചിരി ഒന്ന് ലെങ്ത് വെക്കാനും തിക്കായിട്ട് ഇരിക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോ പാക്കും യൂസ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഹെയറിന് പറ്റിയിട്ടുള്ള ഹെയർ പാക്ക് എന്താണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കുക, അത് യൂസ് ചെയ്യാം. ഓക്കെ, ചില ആൾക്കാർക്ക് ചില പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹെയർ ലോസ് ഉണ്ടാവും, ചിലർക്ക് നന്നായിട്ട് എഫക്റ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആളുകൾ താഴെ കമൻറ്റിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു പാക്ക് ഇട്ടത് കൊണ്ട് നിങ്ങൾക്ക് യൂസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പറയാം. അതോടൊപ്പം നിങ്ങളെ ഹെയറിൻ്റെ ഒരു ടെക്സ്ചറും എങ്ങനെയാണെന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും എനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടായിരിക്കും കേട്ടോ. അടുത്ത ആൾക്കാർ ഡൗട്ട് ചോദിക്കുമ്പോൾ എനിക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുക, നിങ്ങളെ ഹെയർ ടെക്സ്ചറും പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ പിന്നെ ഒരു ദിവസം യൂസ് ചെയ്തിട്ട് പിന്നെ ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചുമ്മാ വന്നിട്ട് കമൻറ്റ് ചെയ്യരുത് കേട്ടോ. റിസൾട്ട് ഒന്നുമില്ല ചുമ്മായാണ് എന്ന് പറഞ്ഞിട്ട് ഇടരുത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് പറയുക. എന്തായാലും എല്ലാവർക്കും റിസൾട്ടൊന്നും എല്ലാ പാക്കും കിട്ടില്ല അല്ലേ. നമ്മൾ പല ആൾക്കാരും പല ടൈപ്പല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളെ ഹെയറും, അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ പാക്കും ട്രൈ ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് ഇത് കെയർ ചെയ്യേണ്ടതെന്നും ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോയാലോ. ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കറുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ഒരു പാക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല പഴുത്തതെടുക്കുന്നത്. പിന്നെ ഞാൻ അലോവേര ജെല്ലാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ വീട്ടിൽ അലോവേര ഉള്ളത് കാരണം ഞാൻ അതെടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേര ഇതുപോലെ ഒന്ന് കുത്തനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ ഒരു യെല്ലോ ലിക്വിഡ് ഉണ്ടാവും, അത് കളയണം. അതിന് ശേഷം നമുക്ക് ജെല്ലെടുക്കാം. ഒരു 2 സ്പൂൺ അലോവേര ജെല്ലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനതൊരു പീസാക്കിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ അലോവേര ജെല്ല് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ പഴം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഇങ്ങനെ അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പോൾ മിക്സി അല്ലെങ്കിൽ അതാണ് കേട്ടോ കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ഞാൻ അലോവേര ജെല്ല് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ അലോവേര ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജെല്ല് ഇങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അതെടുത്താൽ മതി കേട്ടോ. അല്ലാത്തവർ അലോവേര ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ കുത്തനെ വെച്ച് യെല്ലോ ലിക്വിഡ് കളയുക. അതിന് ശേഷം ഇതുപോലെ 3 സൈഡും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ അലോവേര നന്നായിട്ട് വാഷ് ചെയ്യണം.
കാരണം അതിൻ്റെ 2 സൈഡിലും ഒരു ലിക്വിഡ് ഉണ്ടാവും. അത് നമുക്ക് ചിലപ്പോൾ ചൊറിയൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ചില ആളുകൾക്ക് അത് പറ്റൂല. അപ്പോൾ എല്ലാവരും ഒരു പരീക്ഷണത്തിന് നിൽക്കണ്ടല്ലോ, എല്ലാവരും നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ ഈ ഒരു അലോവേറ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് ഇതിൻ്റെ ഒരു തൊലി ഉണ്ടല്ലോ, അത് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇച്ചിരി സ്പീഡാക്കിയിട്ടത് കാരണം കേട്ടോ, സ്പീഡിൽ ചെയ്യുന്നത് പതിയെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതുപോലെ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്താൽ നമുക്ക് ഇങ്ങനെ ജെല്ല് കിട്ടും. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ ജെല്ലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2-3 നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇത് ഞാനൊന്ന് അരച്ചിട്ട് കാണിച്ചു തരാവേ. അരച്ചിട്ട് അതിന് മുൻപ് നമ്മൾ ഇച്ചിരി ഒരു ഓയിൽ ഇതിനകത്ത് മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ ഓയിലും ചെയ്തിട്ടുണ്ട്. ഓയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഓയിലാണോ നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാറുള്ളത് ആ ഒരു ഓയിൽ നിങ്ങൾ യൂസ് ചെയ്താൽ. ഹെയറിൽ ജടയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുള്ള ഹെയർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെയറിലുള്ള ജടയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കളയുക. അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സ്കാൽപ്പിൽ നമ്മൾ കൂടുതലായിട്ടും അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കൂടുതലായിട്ടും ലെങ്ത്തിലാണ് ചെയ്യേണ്ടത്. നമ്മളെ ഹെയർ ഇവിടെയാണല്ലോ സ്മൂത്ത് ആയിട്ടിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലെങ്ത്തിലാണ് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഈ പാക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു ബനാന പാക്ക് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള പാക്കാണ് കേട്ടോ. നാച്ചുറൽ ആയതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഹെയറിൽ നിങ്ങൾ എണ്ണ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് എണ്ണ നെറുകയിലും അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോലെ ഹെയറിൽ യൂസ് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി എണ്ണയും ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഹെയർ ഇതുപോലെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നത് നമ്മൾ ഒരു പപ്പടം വീഡിയോ എടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റെഡി ആയിട്ടിരിക്കുന്നത്. അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ യൂട്യൂബ് നമ്മളെ വീഡിയോ ഒക്കെ അവരുടെ ഇതിനകത്ത് ഇടും. ഓക്കെ, എനിവേസ് അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് പാട്ടാക്കിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ടേക്കാം. നമ്മളെ ഹെയർ നമ്മൾ ഇതുപോലെ കുറച്ച് പാട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യാതാണ് കേട്ടോ പാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹെയർ നല്ല സ്മൂത്തായിട്ട് വരാനും അതുപോലെ തന്നെ നന്നായിട്ട് വളരാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെയർ വളരണം എന്നും കൂടെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കാൽപ്പിലും കൂടെ ഇട്ടേക്കണം. ഞാനിപ്പോൾ ഹെയർ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും പാക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ പാക്കുകളും ഇങ്ങനെ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ അപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടേക്കുക. 2 സൈഡിലെ മുടിയിലും പാക്ക് അപ്ലൈ ചെയ്തിട്ടേക്കുക കേട്ടോ. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയർ മുകളിലോ എവിടെയെങ്കിലും വെച്ചൊന്ന് കെട്ടി വെച്ചേക്കുക. അതിന് ശേഷം 30 മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്യണം. വാഷ് ചെയ്യുമ്പോൾ ഷാമ്പുവോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട. നോർമൽ വാട്ടറിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിൽ ഇങ്ങനെ പഴം ഉണ്ടല്ലോ, പഴം ഇങ്ങനെ പറ്റിപ്പിടിച്ചതുപോലെ ഫീൽ ചെയ്യും. പക്ഷേ നിങ്ങൾ മുടി ഉണങ്ങിയതിന് ശേഷം നല്ല പല്ല് അകലം കുറഞ്ഞിട്ടുള്ള, അതായത് പല്ല അടുത്ത് ഉള്ള ചീപ്പ് വെച്ചിട്ട് നിങ്ങൾ മുടി നന്നായിട്ടൊന്ന് വാർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചീകി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പാക്ക് ആ മുടിയിൽ നിന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാം. വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് പറയാം, അവരോടൊക്കെ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും ഓൾ പറഞ്ഞിട്ടുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോടൊന്നും പറയണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതിരിക്കും. ബൈ.